പഠിപ്പിക്കപ്പെടാത്ത ചില കാര്യങ്ങളെ ആളുകളിലേക്ക് പഠിപ്പിക്കപ്പെടുന്ന പല സോഴ്സുകളും നമുക്ക് ഇടയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത വർണ്ണനങ്ങളും ആവശ്യമില്ലാത്ത ഗൗരവവും നമ്മൾ കാണിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും ഒരു വചനം പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുൻഫിറു. ഈ ഒരു ഹദീസിന് വളരെ വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പെരുമാറുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന പല സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ മതത്തിൻ്റെ കാര്യമായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും ഒക്കെ അത് നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ മറ്റുള്ളവർക്ക് അത് അരോചകവും വെറുപ്പുണ്ടാക്കുന്നതും മടുപ്പുണ്ടാക്കുന്നതും അകൽച്ചയുണ്ടാക്കുന്നതുമായി മാറിത്തീരാറുണ്ട്. എന്നാൽ വിശിഷ്യ മതത്തിൻ്റെ വിഷയത്തിൽ മാതൃകയാകേണ്ട ഒരു മുസ്ലിം, മാതൃകയാകേണ്ട ഒരു വിശ്വാസി, അവൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾ അതൊരിക്കലും മതത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ആ മതത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് മുമ്പിൽ, അതല്ലെങ്കിൽ മതത്തെ പരിചയപ്പെടുത്തുന്ന ആളുകൾ ആർക്കാണോ അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവർക്കൊരിക്കലും അതൊരു പ്രയാസകരമായിക്കൊണ്ട് മനസ്സിലാക്കാനും തോന്നാനും പാടുള്ളതല്ല. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. കാരണം ഒരു കാര്യത്തോടുള്ള അകൽച്ചയും അടുപ്പവും സംഭവിക്കുന്നത് അത് ആരിൽ നിന്നാണോ ലഭിക്കുന്നത് അവർക്ക് നൽകുന്ന ആ ഒരു രീതിക്കനുസരിച്ചായിരിക്കും. അതായത് നമ്മളൊരു കാര്യം, വളരെ സിമ്പിളായിട്ട് പറയേണ്ട ഒരു കാര്യം, ആവശ്യമില്ലാത്ത വർണ്ണനങ്ങളും ആവശ്യമില്ലാത്ത ഗൗരവവും നമ്മൾ കാണിക്കുമ്പോൾ ഒരു പക്ഷേ ആ കേൾവിക്കാരന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ അതിനോടുള്ള ഒരു അകൽച്ച കൂടുക എന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും കൂട്ടാതെ കുറക്കാതെ ഉള്ളതിൻ്റെ ഗൗരവത്തിലും മയത്തിലും രീതിയിലും നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റേതായ ചില മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യസ്സിറു എന്ന കൽപ്പനയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കാര്യങ്ങളെ സിമ്പിളായിട്ട് ലയ്യനായിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ വലാ തുഅസ്സിറു, യസ്സിറു എന്നതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വലാ തുഅസ്സിറു, നിങ്ങൾ അതിനെ പ്രയാസമുണ്ടാക്കരുത് എന്നാണ്. ഇസ്ലാമിലെ ഒരു വിധിയായിക്കോട്ടെ, ഇസ്ലാമിലെ ആചാരമായിക്കോട്ടെ, അനുഷ്ഠാനമായിക്കോട്ടെ, അത് മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും അത് ആചരിക്കുമ്പോഴും അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട രീതിയിലും ഭാവത്തിലും രൂപത്തിലും അത് നിർവഹിക്കുമ്പോൾ അതിൽ കൂടുതലൊന്നും എക്സ്ട്രാ ഫിറ്റിങ്സുകളില്ലാതെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അതിനെ നോക്കിക്കാണുന്ന ആളുകൾക്കും കൃത്യമായിക്കൊണ്ട് അത് നിർവഹിക്കാനുള്ള താല്പര്യവും ബോധവും ആഗ്രഹവും അവരിൽ ഉണ്ടാകുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാകരുത് നമ്മുടെ പ്രവർത്തനവും പരിചയപ്പെടുത്തലും പ്രവർത്തന മേഖലയിലെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് കൃത്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നത് ഈ ഒരു ഹദീസിൻ്റെ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദിക്കുമുൽ ഉസ്ർ എന്നാണ്. അതായത് അള്ളാഹു നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൻ്റെ അടിയാറുകളെ, സൃഷ്ടികളെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ എന്തുകൊണ്ടും അംഗീകരിക്കാവുന്നതും ഉൾക്കൊള്ളാവുന്നതുമായ സംവിധാനങ്ങളും രൂപവുമാണ് മതത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ബശ്ശിറു എന്ന ഒരു കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ബശ്ശിറു എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കൂ എന്നാണ്. ഇസ്ലാമിൻ്റെ മത അടിസ്ഥാന
കാര്യങ്ങളിൽ, അത് വിശ്വാസ കർമ്മ ആചാര രംഗങ്ങളിലെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സന്തോഷിക്കുവാനുള്ള ഒരുപാട് വഴികൾ തുറന്നു കാണിക്കുന്നുണ്ട് ഇസ്ലാം. അവിടെ ഓരോ പുണ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലവും സ്വർഗപ്രവേശനവും സ്വർഗത്തിൽ ഓരോരുത്തർക്കായി അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൊണ്ട് തയ്യാറാക്കി വച്ചിട്ടുള്ള ഒരുപാട് അനുഭൂതികളുടെ ലോകമായ സ്വർഗ ലോകം. അവിടെ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചതിൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും പ്രത്യേകതകളും വിശേഷണങ്ങളും സവിശേഷതകളുമെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലും തിരു ഹദീസുകളിലും നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ ആ നിലക്ക് സന്തോഷവാർത്ത നൽകുന്ന കാര്യങ്ങളിൽ കൃത്യമായി ആളുകളെ അത് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞു വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പിക്കരുത് എന്നാണ്. ഒരു പക്ഷേ മതത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പഠിപ്പിക്കപ്പെടാത്ത ചില കാര്യങ്ങളെ ആളുകളിലേക്ക് പഠിപ്പിക്കപ്പെടുന്ന പല സോഴ്സുകളും നമുക്ക് ഇടയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഞാനീ ഹദീസിൽ മാത്രം നില കൊണ്ടുകൊണ്ട് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഹദീസിൻ്റെ ഓരോ വാക്കുകളും 4 രൂപത്തിൽ 4 വചനങ്ങളാണ്, 4 വാക്കുകളാണ് ഈ ഹദീസിൽ ഉൾപ്പെടുന്നത്. ഒന്ന് എളുപ്പമാക്കുക, പ്രയാസപ്പെടുത്തരുത്, സന്തോഷവാർത്ത അറിയിക്കുക, വെറുപ്പിക്കരുത്. ഈ വെറുപ്പിക്കുക എന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരു കാര്യത്തിനോട് ഇഷ്ടവും വെറുപ്പും തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ അത്തരം ഒരു വെറുപ്പ് ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ കാരണമാകുന്നത് ഒരിക്കലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളോടല്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് വെറുപ്പുണ്ടാകുന്നത്. മറിച്ച് അതിൻ്റെ പേരിൽ നമ്മൾ അതിനെ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരാൾക്ക് വെറുപ്പുണ്ടാക്കാൻ ഏറെ കാരണമായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ദീനിയായിട്ടുള്ള ഏത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റെ കൃത്യമായ രൂപങ്ങളും ഭാവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നിയമാവലികളും അതിൻ്റെ പ്രതിഫലവും എല്ലാം നമ്മുടെ വക ഒന്നും കൂട്ടിച്ചേർക്കാതെ ഒന്നും കുറക്കാതെ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ അത് 100% മനസ്സംതൃപ്തിയോടുകൂടി അത് ഉൾക്കൊള്ളുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വെറുപ്പിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. മതത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അത്തരം വെറുപ്പ് പ്രകടിപ്പിക്കുന്ന അത് പ്രചരിക്കുന്ന ആളുകളായി ഒരിക്കലും മാറാൻ പാടില്ല. നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം പ്രത്യേകിച്ച് വൈകാരികതകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മതത്തിൻ്റെ വിഷയത്തിൽ ആക്രോശിക്കേണ്ട യാതൊരു സാഹചര്യങ്ങളും നമുക്കില്ല. നമ്മെ ആര് ആ നിലക്ക് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ തിരുവചനങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കുക, നിങ്ങൾ പ്രയാസമുണ്ടാക്കരുതേ, നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക, വെറുപ്പിക്കരുതേ എന്ന ഈ ഒരു വചനത്തിന് അല്ലെങ്കിൽ ഈ ഒരു വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലും സാഹചര്യത്തിലും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരമൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്കറിയാം. ആ നിലയ്ക്ക് വളരെ ലയ്യനായിക്കൊണ്ട് ലുത്ഫോട് കൂടിയിട്ടാണ് ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകനിലേക്ക് ആളുകൾ ആകർഷിച്ചിട്ടേയുള്ളൂ. അവിടുന്ന് ഒരാൾക്കും വിട്ടുപോകാൻ സാധിക്കാത്ത രൂപത്തിലായിരുന്നു അവിടുത്തെ പ്രബോധന രീതികളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും മതപരമായ വിഷയങ്ങളിലുള്ള ഷെയറിങ്ങുമെല്ലാം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ്റെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മതത്തെയും നമ്മുടെ ആദർശത്തെയും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന പ്രബോധകന്മാരായി മാറുമ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഒരു ദാഇയുടെ പ്രബോധകൻ്റെ ക്വാളിറ്റി ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെ എളുപ്പത്തിലും സിമ്പിളായിക്കൊണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നതും പ്രയാസങ്ങളില്ലാത്ത വിധം ആളുകളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുക. അതോടൊപ്പം സന്തോഷവാർത്ത അറിയിക്കുന്ന, വെറുപ്പിക്കാത്ത സംസാരങ്ങൾ പറയുന്ന അങ്ങനെ ദഅവത്ത് നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ആ നിലയ്ക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുവാനും പ്രചാരകരാകുവാനും വേണ്ടി നമ്മളേവരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.